ഹായ് ചെയ്യുന്നവരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതമുണ്ട്. അപ്പോൾ ഇന്ന് ഓടാൻ വേണ്ടിയിട്ടൊക്കെ ഇറങ്ങുവാണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ചോദിച്ചിരുന്നു നമ്മളുടെ വീഡിയോ എന്ത് ചെയ്യണം, ഈ ഓട്ടോ ലൈഫ് തന്നെ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടോ? കാരണം ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് ഇതൊന്നല്ല, ഇതൊക്കെ മേലെയാണ്. പക്ഷേങ്കിൽ അതൊന്നും പിന്നോട് സാധിക്കുന്നില്ല. അപ്പോൾ ഇത് നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടോ? ബോറടിക്കുന്നുണ്ടെങ്കിൽ തൽക്കാലം ഞാൻ നിർത്തിയാലോ? എൻ്റെ സ്പെഷ്യലായിട്ട് കിട്ടുവാണെങ്കിൽ അത് വീഡിയോ ആക്കിയിട്ട് ഇങ്ങനെ വരാം. അത് ആഴ്ചയിൽ ഒരു വീഡിയോ, ചിലപ്പോൾ 2 വീഡിയോ ഒക്കെ ഉണ്ടാവുള്ളൂ എന്ന് എനിക്കും അറിയാം. എന്തൊക്കെയായാലും ഞാൻ ആ വീഡിയോയിൽ ചോദിക്കുകയും നിങ്ങളുടെ എല്ലാവരും കമൻറ്റ് ചെയ്യുകയും നിങ്ങളെല്ലാവരും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ് നന്ദി അറിയിക്കുകയാണ്. കാരണം എന്നോട് പറഞ്ഞ ആളുകളുണ്ട്. ആ ആളുകളോടൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു ദിവസം എൻ്റെ കമൻറ്റ് ബോക്സ് നിങ്ങളൊന്ന് നോക്കണം. അത്തരത്തിൽ ഞാൻ ടൈറ്റിലോ അല്ലെങ്കിൽ തംബ്നെയിലോ കൊടുത്തൊരു വീഡിയോ വരും, ഞാൻ ഈ തൽക്കാലം വീഡിയോ നിർത്തുകയാണ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ വരുന്ന ആ ഒരു വീഡിയോയിൽ അതിൻ്റെ കമൻറ്റ് ബോക്സ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മളുടെ വീഡിയോ കാണുന്ന ആളുകൾ എത്രത്തോളം എൻ്റെ വീഡിയോക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. ഞാൻ പെട്ടെന്ന് നിർത്തി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഞാൻ യാത്ര ചെയ്യുന്ന വീഡിയോ മാത്രം ചെയ്യാം എന്നുള്ള രീതിയിൽ ഒരു 3-4 മാസം ഞാൻ വെയിറ്റ് ചെയ്തിട്ട് വീഡിയോ ഇടുമ്പോഴേക്ക് ഇവർക്ക് എല്ലാവർക്കും വിഷമമാവും. അപ്പോൾ ഇവരൊക്കെ എന്താ പറയുക, നമ്മളുടെ വീഡിയോ ഈ ചെറുതാണെങ്കിൽ പോലും അല്ലെങ്കിൽ ചെറിയ ചെറിയ സംഭവങ്ങളാണെങ്കിൽ പോലും കാണാൻ വേണ്ടിയിട്ട് താല്പര്യമുള്ള ആളുകളാണെന്നൊക്കെ ഞാൻ പറയാറുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങളെല്ലാവരും കമൻറ്റ് ബോക്സിൽ അത് തെളിയിച്ചു കൊടുത്തിരിക്കുകയാണ്. വളരെ സന്തോഷമുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ വീട്ടിലാണ്, ചായ ഒന്നും കുടിച്ചില്ല, ചായയൊക്കെ കുടിക്കണം. രാവിലെ തന്നെ അമ്മ ഇവിടെ മല്ലിയും മുളകും ഉണക്കാട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്ന് ഈ ഷീറ്റ് മേടിക്കണം. ഈ ഷീറ്റ് മേടിക്കൽ നിർബന്ധമാണ്. അതിന് മുമ്പായിട്ട് നമ്മളുടെ തെങ്ങുണ്ടല്ലോ, തെങ്ങിനെ ശരിക്കും കാണണമെങ്കിൽ അതാണ്ടോ തെച്ചിയൊക്കെ ഉണ്ട് നല്ല. നമ്മളുടെ ഈ തെങ്ങിലെ പട്ടയും അതുപോലെ തന്നെ നാളികേരമൊക്കെ നമ്മൾക്ക് ഒഴിവാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊരാളെ കിട്ടണം. ഞാൻ തെങ്ങിൽ കയറൂല, എനിക്ക് പേടിയാണ് തെങ്ങ് കയറാൻ വേണ്ടിയിട്ട്. അപ്പോൾ തെങ്ങിൽ കയറുന്നത് നമ്മുടെ പയ്യന്മാർ കയറും. അപ്പോൾ അവരാരിലൊക്കെ വിളിച്ചിട്ട് കയറ്റിച്ചിട്ട് അതിൻ്റെ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി, അതുപോലെ തന്നെ നമ്മുടെ ഷീറ്റ് കെട്ടണമെങ്കിൽ ആദ്യം വൃത്തിയാക്കണം. പിന്നെ അത് മാത്രമല്ല, നമ്മൾ ഈ തെങ്ങ് മുറിക്കാൻ വേണ്ടിയിട്ട് പോകണ്ട. ചിലപ്പോൾ ഞാൻ ഈ ഒരു മഴക്കാലത്തിൻ്റെ മുമ്പായിട്ട് തന്നെ ഈ ഒരു തെങ്ങിനെ മുറിച്ചേക്കാം. ഈ ഒരു തെങ്ങിനെ മുറിച്ചിട്ടില്ലെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ ചോട്ടിലേക്കാണ് സോപ്പിൻ്റെ വെള്ളം കാര്യങ്ങളൊക്കെ ചെല്ലുന്നത്, അവരലക്കുന്നതൊക്കെ വിടണം. അപ്പോൾ ഈ തെങ്ങ് അതേപോലെ ഒരു കാറ്റടിച്ച് ആ ഒരു വീടിൻ്റെ മേലേക്കൊക്കെ മറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്കൊന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല. നമ്മൾക്ക് പിന്നെ അത് വലിയൊരു ബാധ്യതയായിട്ട് മാറുകയും ചെയ്യും. അപ്പോൾ ഞാൻ അത്തരത്തിൽ ചിന്തിക്കുന്നുണ്ട്. അമ്മ തന്നെ പറയുന്നുണ്ട് അങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. നോക്കട്ടെ, ഞാൻ മിക്കവാറും അത് സൈസാക്കും. പിന്നെ ഈ ഒരു മരം, ഇത് മഹാഗണി, ഇത് എനിക്ക് സ്കൂളിൽ നിന്നും കിട്ടിയതായിരുന്നു. എത്രാം ക്ലാസ് പഠിക്കുമ്പോൾ എനിക്ക് ഓർമ്മയില്ല. എനിക്കൊരു മരം കിട്ടി, അതിൻ്റെ അമ്മ കോഴിക്കൂടിൻ്റെ മേലെ വെച്ചു. അത് വീണ് അതിൻ്റെ തലയൊക്കെ പൊട്ടി, അതായത് തൂമ്പ് പൊട്ടിപ്പോയിട്ട് പിന്നെ അത് എനിക്ക് പറ്റില്ലല്ലോ, അത് കുഴിച്ചിടാൻ വേണ്ടി പറ്റില്ല. അപ്പം ഞാൻ കരഞ്ഞ് വാശി പിടിച്ചപ്പോൾ അമ്മ ഏതോ തൊടുവ് പോയിട്ട് കൊണ്ടുവന്നതാണ്. ഇപ്പോൾ അതിങ്ങനെ മരിച്ചില്ലായിരുന്നെങ്കിൽ ജീവിച്ചുകൊണ്ടിരിക്കുക. കാരണം അതിന് എല്ലാ പ്രാവശ്യവും ഞാൻ അതിൻ്റെ കൊമ്പൊക്കെ കടിഞ്ഞ് വൃത്തിയാക്കും. പിന്നെ ഞാൻ ഈ പറഞ്ഞതുപോലെ നിങ്ങളെല്ലാവരും കമൻറ്റ് ബോക്സിൽ അത്തരത്തിൽ സപ്പോർട്ട് ചെയ്തത് കൊണ്ട് തന്നെയാണ് വീഡിയോ കണ്ടിന്യൂ ചെയ്യുന്നത്. നിങ്ങളെല്ലാവരും പറയുകയാണ് എന്നാൽ പിന്നെ തൽക്കാലം നീ ഇപ്പം നിർത്ത്, എന്നിട്ട് അടുത്ത യാത്രയൊക്കെ ആകുമ്പോഴേക്ക് വീഡിയോ ചെയ്താൽ മതി. ഇല്ലെങ്കിൽ സത്യം പറയാം വിഷ്ണു ബോറടിക്കുന്നുണ്ട്, കുറച്ച് വ്യത്യസ്തമായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചെയ്താൽ മതി എന്നുള്ളതൊക്കെയാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ തീർച്ചയായിട്ടും അത്തരത്തിലായിരിക്കും ഞാൻ തീരുമാനങ്ങൾ എടുക്കുക. ഇതെല്ലാവരും നിങ്ങളെല്ലാവരും ഒരുപാട് പേരാണ്, എനിക്കറിയാം നിങ്ങളുടെ പ്രൊഫൈലും നിങ്ങളുടെ ആ ഒരു പ്രൊഫൈൽ പിക്ചർ കാണുമ്പോഴാണ് നമുക്ക് പെട്ടെന്ന് നിങ്ങൾ ഓടുക. നിങ്ങളുടെ പേര് നമ്മൾ അത്രയായിട്ട് ഓർത്ത് വയ്ക്കാറില്ല കമൻറ്റ് ചെയ്യുന്ന ആളുകളുടെ. നിങ്ങളുടെ പ്രൊഫൈൽ പിക്ചർ കാണുമ്പോഴാണ് ഇതെന്ന ആളാണെന്നുള്ളത് നമുക്ക് കുറേ മുമ്പേ നമുക്ക് കമൻറ്റ് ചെയ്യുന്ന ആളുകളാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റാറ്. അപ്പോൾ അതുകൊണ്ട് അതാരും മാറ്റരുത്. എന്നാൽ പിന്നെ ഞാൻ വണ്ടി വലയൊക്കെ ഒന്ന് വരണം. ഇന്നലെയൊക്കെ മഴ ഉണ്ടായിരുന്നു. ചായ കുടിക്കട്ടെ. ചായക്ക് കടി എന്താണെന്നൊന്നും അറിയില്ല. ഉള്ളി റോസ്റ്റൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇന്നലെ കുറച്ച് ചിക്കൻ വാങ്ങിയായിരുന്നു, അത് കഴിഞ്ഞു റോസ്റ്റ് ഉണ്ടാക്കിയെങ്കിൽ ഗോതമ്പ് അപ്പം, ഗോതമ്പിൻ്റെ അപ്പം. ഓക്കെ, ചിന്നുണ്ട്. ചിന്നു റൂമില്ല, ഡ്രസ് ചേഞ്ച് ചെയ്യണം. ആര്യ എണീറ്റില്ല. ആര്യനെ ഇപ്പം കാണിക്കാൻ പറ്റില്ല, ഇനി കാണിക്കാൻ വേണമെങ്കിൽ. എന്നാൽ ചായ കുടിക്കുക. ആര്യ എണീറ്റില്ല. ഇപ്പോൾ സമയം എന്ന് പറയുന്നത് 8:45 കഴിഞ്ഞിട്ടുണ്ട്. 8:50 എന്ന് പറയാം. ലേറ്റ് ആവുക എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇന്നലെയൊക്കെ പാലത്തിങ്ങ തന്നെ ആകും, ഒരുപാട് നേരം വൈകിട്ട് ഇങ്ങോട്ട് തന്നെ വരുന്നത്. പിന്നെ ഇന്നൊരു പരിപാടി ഉണ്ട്. ഇന്നത്തെ പരിപാടി വേറെ ഒന്നല്ല, നമ്മളെ
മരണം നടന്ന വീട്ടിലേക്ക് ഞങ്ങൾ ഇവിടുന്ന് ഞങ്ങളുടെ ഇതിലൊരു പരിപാടി ഉണ്ട്. അതായത് അവര് ജോലിക്കൊന്നും പോവാതെ അവിടെ ഇരിക്കുമല്ലേ. അപ്പോൾ അവർക്ക് എന്തെങ്കിലുമൊക്കെ എന്ന് പറഞ്ഞാൽ പലചരക്ക് സാധനങ്ങൾ ഒക്കെ മേടിച്ചു കൊടുക്കുന്ന ഒരു പരിപാടി ഉണ്ട്. അപ്പോൾ അതിൽ അരി സാധനങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ ഇന്നോ നാളെയായിട്ട് ഞങ്ങൾ മേടിക്കുന്നുണ്ട്. നോക്കട്ടെ, പറ്റുവാണെങ്കിൽ അതൊക്കെ ജസ്റ്റ് ഒക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടി പറ്റും. ചെറിയ ചെറിയ ഷോട്ടൊക്കെ എടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. കാരണം അതിലൊന്നും ആർക്കും വലിയ സപ്പോർട്ട് ചെയ്യില്ല അത് ഷൂട്ട് ചെയ്യുമ്പോഴേക്ക്. അങ്ങനെ ഞാൻ ചായ കുടിക്കേണ്ട പരിപാടി നോക്കട്ടെ. ചായ കുടിച്ചിട്ട് ഇറങ്ങാം നമുക്ക്. പാലത്തിങ്ങൽ എന്ന് പറയുമ്പോഴേക്ക് നമ്മളെ പാടം തോടൊക്കെ നിൽക്കുന്ന ആ ഒരു ഏരിയയിൽ. ഇവിടെ എന്തുകൊണ്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ, നമ്മളുടെ ഒരു ചെക്കനെ എന്നെ കാണാൻ പറഞ്ഞായിരുന്നു. ചിലപ്പോൾ പൈസ തരാനാവും. പക്ഷേങ്കിൽ അവന് ഇപ്പോൾ വിളിച്ചിട്ട് പറയുക പോയിക്കോളി അങ്ങാടിയിൽ നിന്ന് കാണാൻ. ഇവിടെ ഞാൻ വന്നിരിക്കലോ 5 മിനിറ്റ്. എന്നാൽ പിന്നെ ഞങ്ങൾ പോയോട്ടെ. പൈസ തരുക എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ കുറച്ച് സാധനങ്ങൾ മേടിച്ചു കൊടുക്കണം. അപ്പം അത് ഞങ്ങളെല്ലാവരും പാടെ നമ്മളെന്തെങ്കിലുമൊക്കെ ചില്ലറയൊക്കെ ഇട്ട് അങ്ങനെയാണ് അത് ചെയ്യാറ് സാധാരണ. അങ്ങനെയല്ല. സാധാരണ ഞാൻ മുമ്പ് പറഞ്ഞായിരുന്നു, വയലോരം പ്രസിഡൻസ് അസോസിയേഷൻ ഉണ്ടായിരുന്നു. അതിൽ നിന്ന് പൈസ എടുത്തിട്ട് അങ്ങനെയാണ് ചെയ്യാറ്. അപ്പം അതിൻ്റെ ഒരു സ്റ്റോപ്പ് കാരണം നമുക്ക് അതിന് അക്കൗണ്ടിൽ നിന്ന് പൈസ എടുക്കുന്നതിൽ ചെറിയൊരു പ്രശ്നമുണ്ട്. അപ്പോൾ പിന്നെ നമ്മളെല്ലാവരും നമ്മുടെ കയ്യിൽ നിന്ന് എടുക്കാം. ഞാനിവിടെ മുന്നിലിരിക്കുന്നുണ്ട്. സ്റ്റാൻഡിൽ നിന്നും ബസ്സുകളൊക്കെ പുറത്തേക്ക് വരുന്ന ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും തെരാപ്പാര നടക്കുന്നു. ആരെങ്കിലുമൊക്കെ ഒരാൾ നമ്മൾക്ക് വേണ്ടിയിട്ട് വരുന്നതാണ്. നമ്മളെ കൊണ്ടാക്കാൻ ഭാഗ്യമുള്ള ആളുകൾ, അല്ലാതെ നമ്മളുടെ ഭാഗ്യമല്ല. അവർക്ക് നമ്മളെ കൊണ്ടാകാൻ ഒരു ഭാഗ്യമാണ്. അതെല്ലാവർക്കും ഒന്നും കിട്ടാറില്ല. ചുരുക്കം പേർക്കേ കിട്ടാറുള്ളൂ. ഇപ്പൊ കിട്ടും ആർക്കെങ്കിലും. ഒരു കൈനീട്ടത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യട്ടെ. കൈനീട്ടം കിട്ടിയില്ല. സമയം 9:30. കൈനീട്ടം കിട്ടിയ എങ്ങനെമാരെ 30 രൂപ. അപ്പൊ ഇന്നത്തെ കൈനീട്ടം തുടക്കം തന്നെ നാട്ടിലേക്കായിരുന്നു. നാട്ടിലെ സൽഫിയ കോളേജിലേക്ക്, നമ്മളുടെ ആര്യമോളൊക്കെ പഠിക്കുന്ന സ്കൂളിലേക്കായിരുന്നു നമ്മുടെ ആദ്യത്തെ ട്രിപ്പ്. സമയം 10:50. കറക്റ്റ് സമയട്ടാ. 10:50 ആയിട്ടുണ്ട്. നമ്മൾ ഈ നേരം വരെ ഓടിയിട്ടുള്ളത് 3 ലോക്കലുകളാണ്. അതായത് 90 രൂപയ്ക്കാണ് നമ്മൾ ഓടി നിൽക്കുന്നത് കേട്ടോ. പക്ഷേങ്കിൽ ഞാൻ എന്താ പറയാ, നമ്മളുടെ വണ്ടിക്ക് എന്തോ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വൈബ്രേറ്റ് ലൈറ്റ് ആയിട്ടുള്ളൂ. നമുക്ക് കാലിലൂടെയാണ് അത് ഫീൽ ആവുന്നത്. സൗണ്ടിലൂടെയും ചെറുതായിട്ട് ഫീൽ ആവുന്നുണ്ട്. നമ്മൾ ഇത്രയും കുലുക്കവും ശബ്ദമൊക്കെ ഉള്ള വണ്ടിയാണ്. പക്ഷെ ഇതിന് ചെറിയൊരു വൈബ്രേറ്റ് വേരിയേഷനിൽ മാറ്റം, അതുപോലെ തന്നെ സൗണ്ടിൽ മാറ്റമൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾക്കത് വേഗം മനസ്സിലാവും എന്നുള്ളതാണ്. അതാണ് ഓട്ടോ ഡ്രൈവർ അല്ലെങ്കിൽ ഓട്ടോ ഓടിക്കുന്ന ആളുകളുടെയൊക്കെ ഒരു സ്പെഷ്യൽ കഴിവ് വേണമെങ്കിൽ പറയാം. അവരുടെ വണ്ടിക്ക് തന്നെ ആവശ്യത്തിലേറെ സൗണ്ട് ഉണ്ട്. എന്നാൽ പോലും അവർക്കൊക്കെ അതിൻ്റെ സൗണ്ടിന്റെ അപ്പുറത്തേക്ക് വേറെ ഏതെങ്കിലും സൗണ്ട് വന്നു കഴിഞ്ഞാൽ വേഗം മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അപ്പൊ എനിക്കും തന്നെ അങ്ങനത്തെ ഒരു ഫീലിങ്സ് ഉണ്ട്. ഇടത്തേക്കാലിന്റെ ചുവട്ടിലാണ് എനിക്ക് വൈബ്രേറ്റ് കൂടുതലായിട്ട് ഫീൽ ആവുന്നത്. ഇപ്പല്ല. അതുപോലെ തന്നെ ഈ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ സൗണ്ട് ഇപ്പല്ല. ഇപ്പൊ ക്ലിയർ ആയി. സ്ലോയിലെത്തുമ്പോഴാണോ നോക്കാം. അതിനാണെങ്കിൽ സ്റ്റാൻഡൊക്കെ എത്തുമ്പോഴേക്കും നോക്കാം. ഒന്നുമില്ല, ഓവറായിട്ടുണ്ട് തോന്നുവാണെങ്കിൽ ബാക്കൊന്ന് തുറന്ന് നോക്കണം. ചിലപ്പോൾ വല്ല ഫൗണ്ടേഷൻ ആണ് എന്തെങ്കിലുമൊക്കെ പോയതാവാം. ഫൗണ്ടേഷൻ എന്ന് പറയുമ്പോഴേക്ക് നമ്മുടെ ഇഞ്ചിനെ ബോഡിയായിട്ട് ബന്ധിപ്പിച്ചിട്ടുള്ളൊരു ഭാഗമാണ്. അപ്പൊ അതില് 3-4 ഉണ്ടോന്നത് കൃത്യമായിട്ട് എണ്ണയ്ക്ക് അറിയില്ല. അപ്പൊ അതിലേതിലും ഒന്നിന് ഒരു ഡാമേജ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത്തരത്തിൽ വൈബ്രേറ്റ് കാര്യങ്ങളും സൗണ്ട് വ്യത്യാസവും ഒക്കെ ഉണ്ടാവും. അപ്പൊ എന്തെങ്കിലുമൊക്കെ ആവാം. അല്ലാന്നാണെങ്കിൽ ഒന്നും ഉണ്ടാവില്ല. ചിലപ്പോൾ അപ്പത്താറ് നേരത്തെ എന്തെങ്കിലുമൊക്കെ കരട് കുടുങ്ങിയതാവാം. കരട് കുടുങ്ങി കാരണം എന്തെങ്കിലുമൊക്കെ ചില്ലറ അല്ലെങ്കിൽ സൗണ്ടൊക്കെ ഉണ്ടാവും. വണ്ടിയല്ലേ. ഇനി ഉണ്ടെങ്കിൽ നോക്കാം. ഞാൻ ചായ കുടിച്ചില്ലല്ലോ. ഞാൻ ചായ കുടിച്ചെന്ന് വീട്ടിൽ നിന്ന് 2 ഗോതമ്പ് ദോശ കഴിച്ചതാണ്. അപ്പോൾ ഗോതമ്പ് ദോശ ഞങ്ങളവിടെ സാധാരണ അപ്പം എന്നാ പറയാറുള്ളൂ. അപ്പം കഴിച്ചതാണ്. അപ്പൊ ഞാനിപ്പോ ഒരു പൊറാട്ട എന്തെങ്കിലുമൊക്കെ കഴിക്കണേക്ക് ചായയൊക്കെ കുടിച്ച് വന്നിട്ട് നമ്മൾക്ക് കിട്ടിയിട്ടുള്ളതും ഒരു ലോക്കൽ തന്നെയാണ്. ഇന്നത്തെ ദിവസം ലോക്കൽ മഴയാണ് കേട്ടോ. ലോക്കലും മഴയൊന്നുമില്ല. ലോക്കലും തന്നെ റേഷനാണ്. 4 ട്രിപ്പല്ല എടുത്ത്. 4 30 റുപ്യൻ്റെ ട്രിപ്പാണ്. അപ്പോൾ ഒറ്റയ്ക്ക് കൂട്ടിയാൽ കിട്ടും. 4 3 12 120 രൂപ. 120 രൂപയ്ക്കാണ് നമ്മൾ ഓടിയത്. ഒരു ട്രിപ്പെങ്കിലും നമുക്ക് വലുതെന്തെങ്കിലും അടിച്ചാൽ, വലുതൊന്നും വേണ്ടോ, ഒരു 100 150 ഒക്കെ കിട്ടിയാൽ മതി. പക്ഷേ അത് കിട്ടണ്ടേ. ചില ദിവസം ഇങ്ങനെയാണ്. പറയുമ്പോൾ ഇന്ന് വെള്ളിയാഴ്ചയാണ്, എൻ്റെ ഇഷ്ടപ്പെട്ട ദിവസമാണെന്ന്. എനിക്ക് അത്യാവശ്യം ഓട്ടം കിട്ടുന്ന ദിവസമാണെന്ന്. പക്ഷേ ഈ വെള്ളിയാഴ്ചയൊക്കെ ഇങ്ങനെയാവുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയല്ല. സമയം ഒരുപാടായിട്ടോ. 12:15 ആയിട്ടുണ്ട്. 12:15 ആയപ്പോൾ ഒരു ട്രിപ്പ് കിട്ടിയതാണ് 40 രൂപയുടെ. ഇവിടേക്ക് ഞങ്ങളവിടെ പറയുന്ന പേര് മുണ്ടാണി പാടം എന്ന് പറയുന്ന സ്ഥലമാണ്. അതേ ഒരു പാടം ഒക്കെ പാടം കൂടിയിട്ടാവാം ഈ ഒരു സ്ഥലത്തിന് മുണ്ടാണിപ്പാടം എന്ന പേര് വന്നത്.
ഏതായാലും ഇവിടേക്ക് 40 രൂപ പോയിന്റിലേക്കായിരുന്നു വന്നത്. ഇവിടേക്ക് 30 രൂപ അല്ല, 40-50 പോയിന്റ് ഒക്കെ ഈ റോഡിന് പോയി കഴിഞ്ഞാലാവും. പക്ഷെ ഞാൻ ഒരു 40 രൂപേന്റെ എൻഡ് പോയിന്റൊക്കെ പോയത്. ഏതായാലും കുഴപ്പമില്ല. ഇപ്പൊ നമ്മള് 210 രൂപയ്ക്ക് ഓടിയിട്ടുണ്ട് കേട്ടോ. സമയം 1 മണിയായി. ഈ നേരത്താണ് എനിക്ക് ഒരു നല്ലത് എന്ന് പറയാൻ മാത്രം പോരുന്ന ഒരു ട്രിപ്പ് കിട്ടിയത്. ഒരു 90 രൂപയുടെ ട്രിപ്പ് വാണിയമ്പലത്തിനടുത്ത്. അതായത് ഞങ്ങളെ വാണിയമ്പലം റെയിൽവേ സ്റ്റേഷനൊക്കെ ഉള്ള ഒരു ഏരിയ ആണ്. ഏതാണ്ട് 4 കിലോമീറ്റർ ദൂരത്തിനടുത്തേക്കാണ് വന്നിട്ടുണ്ടായിരുന്നത്. 4 കിലോമീറ്റർ 90 രൂപ പോയിന്റാ. 90 രൂപ. ഒരിക്കലും നമ്മൾ ദൂരം നോക്കലില്ല ഞാനൊന്നും അല്ലാതെ. പിന്നെ ഇവിടുന്ന് ഇപ്പുറത്തേക്ക് പോകുമ്പോൾ നമ്മൾക്കറിയാം ഏകദേശം എത്രയാണ് ദൂരം വരുന്നത്, എത്രയാണോ അത് വാടക വരിക എന്നുള്ളത്. കുറെ ആയില്ലേ, അതിന്റെ പരിചയം അത്രേ ഉള്ളൂ. ഈ ഒരു ടൈമിൽ പള്ളി ടൈമാണ്, വെള്ളിയാഴ്ചയാണെന്ന് ഞാൻ പറഞ്ഞു. റോഡ് വളരെയധികം ഫ്രീ ആയിരിക്കും. എല്ലാവരും പള്ളിയിലൊക്കെ പോയിട്ട് അങ്ങനെ നമുക്ക് പള്ളിയുടെ അടുത്തെത്തുമ്പോഴേക്ക് വണ്ടികൾ 2 സൈഡും കാണാം. അധിക വാഹനങ്ങളും പള്ളിയുടെ ഫ്രണ്ടിലായിട്ടോ അല്ലെങ്കിൽ അരികിലായിട്ടോ പാർക്കിങ്ങിലൊക്കെ ആയിട്ടൊക്കെ നിർത്തിയിട്ടുണ്ടാവും. അപ്പൊ ഇവിടെ ഒരു പള്ളിയുണ്ട്, വേണ്ട വണ്ടികളൊക്കെ സൈഡിലൊക്കെ നിർത്തിയിട്ട്. അപ്പൊ അങ്ങനെ എല്ലാവരും പള്ളിയിലാണ്. ഈ ഒരു ടൈമിൽ നമ്മൾക്ക് റോഡ് ഫ്രീ ആയിരിക്കും. പെട്ടെന്ന് ഏത് ട്രിപ്പ് ആണെങ്കിലും പോയിട്ട് പെട്ടെന്ന് പോയി പോരാൻ വേണ്ടി പറ്റും. ബ്ലോക്ക് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പിന്നെ ഇതേപോലത്തെ ഓരോരുത്തർ അനാസ്ഥ കാരണം റോഡിന്റെ നടുവിൽ നിർത്തിയെങ്കിലേ ഉള്ളൂ. പെട്രോൾ പമ്പിലാണ് കുറച്ച് വെള്ളം പറഞ്ഞത് ഒരു കുപ്പി വെള്ളം. ഇതെന്താ വെച്ചാലേ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നൊക്കെയായി. പിന്നെ ഇവിടുത്തെ എടുക്കുമ്പോഴേക്കും നല്ല തണുപ്പുണ്ടാവും, നല്ല വെള്ളമാണ്. ഫിൽട്ടർ ചെയ്തിട്ട് തന്നെയാണ് തോന്നുന്നത് വരുന്നത്. ഫിൽറ്ററിങ് ഒക്കെ കംപ്ലൈന്റ് ആയിരുന്നു. ഇപ്പൊ കൂളിങ് മാത്രമേ ഉള്ളൂ. ചൂട്, നല്ല ചൂടാണ്. ചൂടത്ത് വെള്ളമെല്ലാം നടക്കില്ല. സമയം കറക്റ്റ് 1:30 1:25. നിംസ് ഹോസ്പിറ്റലിലേക്ക് ലോക്കൽ പോകണ്ട. ഭക്ഷണം കഴിക്കാൻ പോകണോ അതോ സ്റ്റാൻഡിലേക്ക് പോകണോ എന്നൊരു കൺഫ്യൂഷനായി. എന്താ വെച്ചാല് അങ്ങാടിയിലേക്ക് പോയി കഴിഞ്ഞാൽ നേരം വൈകുമെന്നൊരു തോന്നലുണ്ട്. വിശപ്പുണ്ടാനും നമ്മളിപ്പോ വണ്ടി കുറവാ. ഞാൻ പറഞ്ഞത് പോരുമ്പോഴേക്ക് 2 വണ്ടിയുള്ളൂ. ഇപ്പൊ സമയം ഇപ്പോ അരമണിക്കൂറും കൂടി ഉണ്ട്. നമുക്ക് അരമണിക്കൂറും കൂടി വിശപ്പിനെ അടക്കി വെച്ചാൽ നമുക്ക് ചിലപ്പോ ഒരു ലോക്കലും കൂടി കിട്ടില്ലേ. വണ്ടി കുറവ് തന്നെയാണ്. അപ്പൊ നമുക്ക് ഒന്നുകൂടി ഒന്ന് നോക്കാം. ഓക്കെ, 3ാമത്തെ വണ്ടിയാണ്. കുറച്ചേരം കൂടി നിന്നിട്ട് ഒരു ലോക്കലും കൂടി എടുത്തിട്ട് പോവാം. അവസാന ട്രിപ്പ് ഉച്ചവരെ ഉള്ളത് കിട്ടിയത് നാട്ടിലേക്ക് തന്നെ. അതുകൊണ്ട് നേരെ വീട്ടിൽ കയറാ ചോറിന്. എന്നിട്ട് നമ്മൾക്ക് ഒരു 2:30 ആകുമ്പോഴേക്ക് ഇറങ്ങാം. അപ്പൊ സമയം 1:40. നല്ല പ്രാക്കളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അമ്മന്റെ മുളകൊക്കെയാണ് ചിക്കിച്ചകഞ്ഞ്. മുളകൊക്കെ ആകെ ചിക്കി പാറിയിട്ടിട്ടുണ്ട്. ഇതിന്റെ കുരു ഞാൻ വേണ്ടിട്ട് വന്നതാവും. വലിയതൊന്നും ഉണ്ടാവില്ല മുളകിന്റെ കുരു. ഏതായാലും വീട്ടിലെത്തിയോ, ഭക്ഷണം കഴിച്ചിട്ട് ബാക്കി പരിപാടി നോക്കാം. എന്താ എൻ്റെ പ്രശ്നം? മുരിങ്ങാക്കറിയുണ്ട്, മുട്ടയുണ്ട്, അതുപോലെ തന്നെ മുളക് ചമ്മന്തി ഉണ്ട്. അവളെ പ്രശ്നം എന്താ അറിയോ? അവള് മുട്ടൊക്കെ മാറ്റി വെക്കാണ്ട. എന്താ വളടേ അവളെ പ്രശ്നം എന്താ അറിയോ? മുട്ടായി വേണം ഈ നേരത്ത് ഉച്ചക്ക്. കാട്ടു നോക്കിയോള് അവളെല്ലാം ഞാൻ ചീത്ത അറിയാണ്ടോ. അവളെ അടങ്ങിക്കണല്ല. അവളെ ശരിക്കും കാണിക്കാത്ത എന്താ വെച്ചാൽ അവള് കുപ്പായൊന്നും ഇടാതെ നിക്കണ്ട്. പിന്നെ TV കാണാൻ അയക്കണല്ല, അതിന്റെ കണ്ണുപ്പ. പിന്നെ TV കാണാൻ അയക്കാതെ അതിന്റെ കണ്ണുപ്പ. ചോറിനാൻ അയക്കണില്ല. എന്തൊക്കെയാണ് ഇവിടെ കാട്ടണത്. അതിന് ചിന്നു ഒരു ഷോൾ ഇട്ടച്ച് കണ്ട. പിന്നെ വലിയ ചൂട് കാര്യമൊന്നുമില്ല. അപ്പൊ ഞാൻ എന്താട്ടി വെച്ചാല് ഇപ്പൊ സമയം 2:15 ഞാൻ ഓടാൻ വേണ്ടിട്ട് ഇറങ്ങാനായിരുന്നു. എല്ലാരും ചോറിനാൻ പോയൊക്കെ തോന്നുന്നു. 3ാമത്തെ വണ്ടിയായിട്ട് നിർത്തിയിട്ടുണ്ട്. പിന്നെ ഒരു നല്ല ട്രിപ്പ് കിട്ടിയാൽ മതി, പൊള്ളിക്കും. ഞാനേ ഫസ്റ്റ് എടുത്ത ട്രിപ്പാട്ടത് ഉച്ചയ്ക്ക് ശേഷം. എന്താ സംഭവം ചോദിച്ചാല് ഇതാണ്ട് ഈ മുറ്റത്ത് കണ്ടങ്ങള് ഈ കാണുന്ന കറുത്ത കുരുകൾ ഫുള്ളായിട്ട് ഞാവൽപ്പഴമാണ്. ഞാവൽപ്പഴത്തിന്റെ മരത്തിന്റെ ചുവട്ടേക്കാണ് നമുക്ക് ട്രിപ്പ് കിട്ടിയത്. ആദ്യത്തെ ട്രിപ്പ് ആ കറുത്ത കുരുകുരുവായിട്ട് കാണുന്നതൊക്കെ ഞാവൽപ്പഴം വീണതാണ്. എന്നോട് വേണമെങ്കിൽ പെറുക്കാനൊക്കെ വേണ്ടി പറഞ്ഞു. പക്ഷെ ഞാനൊന്നും പെറുക്കിയൊന്നുമില്ല. എന്താ പറയാ, ഒന്നില്ലാതെ ഈ വവ്വാലുകളൊക്കെ കടിച്ചത് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കൂടുതലായിട്ട് ചാടിക്കും. നമുക്കത് ഏതാ മനസ്സിലാക്കാൻ വേണ്ടി പറ്റില്ല. ഇപ്പൊ പഴയ പോലെ അല്ലല്ലോ. അപ്പൊ പിന്നെ വേണ്ടെന്ന് വെച്ചു. വാണിയമ്പലം റെയിൽവേ സ്റ്റേഷനിലേക്ക് ഒരു ട്രിപ്പ് കിട്ടിയതാണ്. ഇപ്പൊ സമയം എന്ന് പറയാൻ 4:20. 4:20 നമുക്ക് ഇങ്ങോട്ടേക്ക് ട്രിപ്പ് കിട്ടിയത്. 70 രൂപയുടെ ട്രിപ്പായിരുന്നു.
ഉച്ചയ്ക്ക് ശേഷം 1-2 ട്രിപ്പുകളൊക്കെ പോയി അങ്ങനെ മൊത്തം നമ്മൾ 170 രൂപയ്ക്ക് ഉച്ചയ്ക്ക് ശേഷം ഓടി നിൽക്കുവാണ്. ഇവിടെ ഞങ്ങൾക്ക് എന്താ പറയാ, AP അനിൽകുമാർ MLA ജയിച്ചു കഴിഞ്ഞാൽ ഇവിടെ പാലം തരും പറഞ്ഞു, മേൽപ്പാലം. ഈ ഗേറ്റ് അടവിനൊക്കെ ഒരു ആശ്വാസം ഉണ്ടാവും എന്നാണ് കേൾക്കണേ. പാലം വരുമല്ലെന്ന് അറിയണമെങ്കിൽ ആദ്യം മന്ത്രിസഭ രൂപീകരിക്കണം. മന്ത്രിസഭ രൂപീകരിക്കണമെങ്കിൽ ഓർക്കിടയിൽ ഒരു ധാരണയിൽ ഒരു എത്തട്ടെ അല്ലെ. മുഖ്യമന്ത്രി വേണമല്ലോ. മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ ഒരു തീരുമാനത്തിലെത്തിയിട്ട് മന്ത്രിസഭ രൂപീകരിച്ച് ഇവിടെ ഒരു മേൽപ്പാലം കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ ജനങ്ങൾക്ക്, ഇതിലെ സഞ്ചരിക്കുന്ന എല്ലാവർക്കും ബ്ലോക്ക് ഇല്ലാതെ സഞ്ചരിക്കാനും കൃത്യസമയത്ത് തന്നെ എത്തേണ്ടോടത്ത് എത്താനും വേണ്ടിയിട്ട് പറ്റും. ഏതായാലും മഴയൊക്കെ വരുന്നുണ്ട് തോന്നുന്നു. ഇപ്പൊ എല്ലാ ദിവസവും രാത്രിയിൽ മഴ ചെറുതായിട്ടൊക്കെ പെയ്യുന്നുണ്ട്. ഇന്നും തന്നെ കാർമയൊക്കെ മൂടിക്കെട്ടി കിടക്കുവാണ്. മഴ പെയ്യാൻ സാധ്യത കൂടുതലാണ്. ഒരു ലോക്കൽ കഴിഞ്ഞ് ഇങ്ങനെ പോവുകയാണ്. അപ്പൊ അമ്മ ഉണ്ട് അതിൽ നടന്നോണ്. അമ്മ അവിടെ നിന്നു. അമ്മക്കറിയാം ഞാനാണെന്നുള്ളത്. നമ്മുടെ വീട്ടിലേക്ക് ഓണത്തിനൊക്കെ വരുന്ന ഒരു താത്തയുണ്ട്. പ്രായമായതാണ്. അപ്പൊ അതിന്റെ വീട്ടിൽ എന്തോ പണിക്ക് പോയതാണ് അമ്മ. അമ്മനോട് നമ്മൾക്കുണ്ടല്ലോ ഇങ്ങനെ കടുപ്പിച്ച് നിങ്ങൾ പണിക്ക് പോവണ്ട അങ്ങനെ പറയാൻ എനിക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല. എനിക്ക് സാധിച്ചത് ഞാൻ ഒരട്ടം പറഞ്ഞു, ഒരു വട്ടമല്ല 1-2 വട്ടം പറഞ്ഞു, ഈ പണിക്ക് പോവണ്ട എന്നുള്ള ലെവല്. പക്ഷേ ആ ലെവലും അമ്മ നിൽക്കണില്ല. അടുത്തതായിട്ട് ഞാൻ അമ്മനോട് പറയേണ്ടത്, ഇനി നിങ്ങൾ പണിക്ക് പോവണ്ട, നിങ്ങൾക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും അങ്ങനത്തെ രീതിയിലുള്ള ഒരു പറച്ചിൽ പറയണം. ഇന്നത്തെ ഏറ്റവും വലിയ ട്രിപ്പ് ഒരു 230 രൂപയുടെ ട്രിപ്പാണ് പോന്നിട്ടുള്ളത്. നാട്ടിൽ നിന്ന് ഒരു ഫോൺ ട്രിപ്പായിട്ട് കിട്ടിയിട്ടുള്ളതാണ്. അതായത് ഇന്ന് നമ്മൾ തീരെ ഒരു മെച്ചപ്പെട്ട രീതിയിലുള്ള ട്രിപ്പ് ഏതും കിട്ടാത്തതുകൊണ്ട് ഞാൻ സാഡായിരുന്നു. പക്ഷെ ഈ ഒരു ട്രിപ്പ് കിട്ടിയത് കൊണ്ട് ഒന്നും ഉണർന്നു. 230 ആണെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം നമ്മൾ 370 രൂപയ്ക്ക് ഓടിക്കുവാണ്. ഇനി എന്തെങ്കിലുമൊക്കെ ഇതേപോലെ ഒരെണ്ണം കൂടി കിട്ടണം. അല്ലാതെ പിന്നെ സമയമില്ല. ഇപ്പൊ സമയം 5:55 6 മണി ആയിട്ടുണ്ട്. ഈ ഒരു നേരത്തെ ഇനിയിപ്പോ നമുക്ക് ചില്ലറ ഓടിക്കഴിഞ്ഞാൽ എന്തായാലും ആവില്ല. പിന്നെ മാത്രമല്ല 7 മണി വരെ, 6 മണി ആയില്ല, 7 മണി വരെയൊക്കെ എനിക്ക് ഓടാൻ വേണ്ടി പറ്റുള്ളൂ. ഞാൻ രാവിലെ പറഞ്ഞ ആ ഒരു കേസ് ഉണ്ട്. അപ്പൊ അത് ഞാൻ തന്നെ മുന്നിട്ട് നിൽക്കണം. അപ്പള പരിപാടി നടക്കുള്ളത്. എല്ലാവരെയൊക്കെ ഒന്ന് പൈസയൊക്കെ കളക്ട് ചെയ്യൊക്കെ വേണം. അത് വാങ്ങിക്കണം, അത് കൊണ്ടു കൊടുക്കണം. അങ്ങനെ ഒരുപാട് പരിപാടികളുണ്ട്. ഇപ്പൊ ഞാനുള്ള സ്ഥലം എന്ന് പറയുന്നത് മേപ്പാടം എന്ന് പറയുന്ന സ്ഥലമാണ്. ഇതിന് മുമ്പ് നമ്മൾ മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് വന്നിരുന്നു. ഇപ്പൊ അടുത്ത് നമ്മൾ മീൻ പിടിക്കാനൊക്കെ വേണ്ടി വന്നത് ഇവരെ ഈ നാട്ടിൽ കൂടെ ഒഴുകുന്ന ഒരു തോട്ടിലേക്കാണ്. നമ്മുടെ നാട്ടിൽ തോടില്ലാത്തതുകൊണ്ടല്ല, ഈ നാട്ടിലെ തോട്ടിൽ ഇവരാരും മീൻ പിടിക്കാറില്ല. അപ്പൊ നമ്മക്ക് പിടിക്കുകയായിരുന്നു. ചെങ്ങമരപ്പം ഞാൻ പാലത്തിങ്ങ നമ്മുടെ പാലത്തിങ്ങയാണ്, നമ്മുടെ പാലമാണിത്. എൻ്റെ ഓട്ടോക്കെ സ്വീപ്പാക്കിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇതുമ്പോൾ നമ്മൾക്ക് എനിക്ക് പ്രത്യേകിച്ച് എന്താ പറയുക, സാമ്പത്തികമായിട്ടുള്ള നേട്ടം കാര്യമൊന്നുമില്ല. എന്ത് പരിപാടിയാണെങ്കിലും അതിൽ മുന്നിൽ നിന്ന് നയിച്ചാൽ പരിപാടി മുന്നോട്ട് പോവുള്ളൂ. അപ്പോൾ അതിൽ നമ്മൾ മുന്നിട്ട് ഇറങ്ങാം. ആരും ഇറങ്ങിയിട്ടില്ലെങ്കിൽ നമ്മൾ ഇറങ്ങണം. കർമ്മ എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ അല്ലേ. ഏതായാലും ഞാൻ എല്ലാവരും പൈസയും കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ 6:30 വന്നിരിക്കണം. ഒരു 7 മണിയാകുമ്പോഴത്തേനും എല്ലാവരും പൈസയും കളക്ട് ചെയ്യണം. ഇവിടെ ഉണ്ടാവും ഞാനും എൻ്റെ വണ്ടി. അപ്പോൾ ഇവിടത്തേക്ക് ഇനി വരുന്ന ഓരോരുത്തരുടെ കയ്യിൽ നിന്നും നമ്മൾ പൈസ മേടിക്കും. ഈവനിങ് സമയമാണ്. ഈ ഒരു നേരത്തെ ഞങ്ങളുടെ പാലം പക്ഷികളൊക്കെ പറക്കുന്നു. കാർമേഘം മൂടിക്കെട്ടി വരുന്നുണ്ട്. നല്ലൊരു മഴയ്ക്ക് സാധ്യത ഉണ്ട്. സൂര്യൻ അവിടെ അസ്തമിച്ചു. വാവ്, ഇവിടെ നിന്നിട്ട് എനിക്ക് വല്ലാതൊന്നും കിട്ടിയില്ല കേട്ടോ. ചെങ്ങൈമരം മഴ പെയ്യണ്ടടാ. ഇരുടായി, ഒന്നും കാണാത്ത അവസ്ഥയിലേക്ക് പോയിക്കണം. അവിടെ ചെറിയ ലൈറ്റ് കാണാം. വേറെ സംഭവങ്ങളൊന്നുമില്ല. വണ്ടിൻ്റെ ഉള്ളിൽ കുത്തിരിക്കാൻ ഒതുങ്ങി. അമ്മ മല്ലിപ്പണിയിലാണ്. ഞാൻ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സാധനം വാങ്ങി അവരുടെ വീട്ടിൽ കൊണ്ടു കൊടുത്തു. ഇത് എന്താ പറയുക, ഇവിടെ നാട്ടിൽ വില്ലേജിൽ മരണം ഉണ്ടായി കഴിഞ്ഞാൽ, വില്ലേജിൽ മാത്രമല്ല കുടുംബത്തിലായാലും ഏഴിനുള്ളിലായിട്ട് കുറച്ച് പലചരക്ക് സാധനങ്ങൾ, അതിൽ നമ്മൾ ഉപയോഗിക്കാത്ത കുറച്ച് പച്ചക്കറി ഐറ്റംസ് ഉണ്ട്, അതൊന്നും വാങ്ങിക്കില്ല. പിന്നെ കുറച്ച് എണ്ണ തിരിയ പോലത്തെ സംഭവങ്ങൾ, എണ്ണ വിളക്ക് കെടാതെ കത്തിച്ചുകൊണ്ടിരിക്കും. ചന്ദനത്തിരി അങ്ങനെ തന്നെയാണ്.
അപ്പോൾ 15 വരെ അതങ്ങനെ തുടരും. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങൾ, കുറച്ച് അരി കാര്യങ്ങളൊക്കെ, കാരണം ആ വീട്ടിലാരും ജോലിക്കൊന്നും പോകാതിരിക്കല്ലേ. അപ്പോൾ അങ്ങനെ നമ്മളതൊക്കെ സാധനങ്ങൾ കൊണ്ടു കൊടുക്കുന്നൊരു പതിവുണ്ട് ഞങ്ങളവിടെ. അപ്പോൾ അതാണ് നമ്മളിന്ന് ചെയ്തത്. അത് ഞങ്ങൾ മാത്രമല്ല, ഒരുപാട് ആൾക്കാർ ചെയ്യും. പക്ഷേ ഞങ്ങൾ നാട്ടിൽ ചെക്കന്മാർ എല്ലാവരും പാടെ കൂടിയിട്ട് ഞങ്ങളിവിടെ ചെയ്തു. പിന്നെ ഇപ്പോൾ നമ്മുടെ കുടുംബത്തിലൊക്കെ ആണെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് എല്ലാ കുടുംബം പാടെ ചേർന്നിട്ട് അങ്ങനെ കൊടുക്കുന്നവരുണ്ട്. അങ്ങനെ പല രീതിയിൽ ചെയ്യും. എന്തായാലും ഇന്നൊരു 10-500 രൂപയ്ക്കാണ് ഓടിയത്. ഞാനിപ്പോൾ വീട്ടിലെത്തിയിട്ടുണ്ട്. 8-8 ആയിട്ടുള്ളൂ. ഇനിയിപ്പോൾ വേറെ പരിപാടിയൊന്നുമില്ല. എന്നാൽ പിന്നെ ഈ ഒരു വീഡിയോ കാണിച്ച് വൈൻഡപ്പ് ചെയ്യണം. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം.